എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭ വ്യക്തികളെക്കുറിച്ചാണ്. നമ്മളറിയുന്നവരാണ്. അതിലൊന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ശ്രീ തോമസ് ഐസക്, രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ബാലഗോപാൽ. 9 വർഷത്തിനു മുൻപ്, ഏതാണ്ട് 9.5 വർഷത്തിനു മുമ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ധനമന്ത്രിയായിട്ട് ചാർജ് എടുക്കുമ്പോൾ കേരളത്തിൻ്റെ കടം 1.5 ലക്ഷം കോടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ കുറേ പരിഷ്കരണങ്ങളും ഇതെല്ലാം നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരാളിലേക്ക് സ്ഥാനം ഏറ്റുവാങ്ങിയതിന് ശേഷം, അതായത് ബാലഗോപാൽ അവർകൾ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് 6 ലക്ഷം കോടിയുടെ കടം. അങ്ങനെയുണ്ട്. സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഞാൻ ഇദ്ദേഹത്തെപ്പറ്റി അന്വേഷിച്ച് പലരും പറഞ്ഞു ഇദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള ബിരുദമല്ല എടുത്ത് മറിച്ച് ഇങ്ങനെ കുറേ ടിസീസൊക്കെ എഴുതിയത് ആലപ്പുഴ ഉള്ള കയർ ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ്. എനിക്കറിയില്ല വാസ്തവത്തിൽ എത്ര കൊണ്ട് ശരിയാണെന്ന്. കാരണം ഇദ്ദേഹം ആലപ്പുഴ ബേസ് ചെയ്ത് ആയിരുന്നല്ലോ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. കാര്യം അവരുടെ കയർ ഉൽപ്പന്നങ്ങളുടെ നാടുകളാണ്, അതിൻ്റെ ഫാക്ടറി നാടുകൾ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ടിസീസൊക്കെ എഴുതാൻ അങ്ങനെ വളരെ എളുപ്പം സാധിച്ചിരിക്കും. പക്ഷേ അദ്ദേഹം നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കേരളത്തെ മൊത്തം കടക്കണിയിൽ കൊണ്ടാക്കി. അതാണ് അങ്ങനെ ചെയ്ത വലിയൊരു കാര്യം. ഇവരൊക്കെ ചെയ്യുന്നത്, ഇവരെ മന്ത്രിയാക്കി കഴിയുമ്പോൾ ഇവരുടെ തലപ്പത്തും ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി കാണും. ആ മുഖ്യമന്ത്രിക്ക് ധനശാസ്ത്രമായിട്ട് യാതൊരു പിടിയും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഓക്കെ മുഖ്യമന്ത്രിയുടെ വേറെ ലൈനാണ്. അവർക്ക് രാഷ്ട്രീയ കളിയും ഇങ്ങനെ ജാഥവിളിയും പല പരിപാടികളാണ്. അതും സാമ്പത്തികവുമായി യാതൊരു ബന്ധമില്ല. അങ്ങനെ ബന്ധമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തെ ഈ ലെവലിപ്പോൾ 6 ലക്ഷം കോടിയുടെ കടത്തിൽ കൊണ്ടെത്തിച്ചത്. 100% 1.5 വർഷം കഴിയുമ്പോൾ അത് 10 ലക്ഷം കോടിയിൽ ഇവരുകൊണ്ട് നിർത്തും. അപ്പോഴത്തേക്കും ഇവരൊക്കെ ഏതാണ്ട് വയസ്സായി. ഇപ്പം ഞാനും വയസ്സായി. ഇവരൊക്കെ അങ്ങോട്ട് മരണപ്പെട്ട് കഴിയും. അവസാനം ഇത് അനുഭവിക്കാൻ പോണ് അന്ന് ഭരണം നടത്തുന്നവരായിരിക്കും. അവരുടെ കഷ്ടകാലം തന്നെയാണ്. ഈ കിഫ്ബി എന്തോ സംതിങ്, അതാണ് ഇങ്ങനെ ഏറ്റവും വലിയ ശ്രീ തോമസ് ഐസക്കിൻ്റെ ഒരു പരിഷ്കാരമായിട്ട് വന്നിരിക്കും. എന്തായിരുന്നാലും ഈ തോമസ് ഐസക്കിനും ഈ ബാലേന്ദ്രൻ, അവർക്ക് രണ്ടുപേർക്കും ഈ കേരളത്തിലുള്ളവർ ചേർന്ന് എന്തെങ്കിലും ഒരു ബഹുമതികൾ നേരിടണം. കാരണം ഇത്രയും ബഹുമതി കൊടുത്തിരിക്കണം. കാരണം ഈ കേരളത്തെ ഈ ലെവൽ കൊണ്ടാക്കിയതിന്. പിന്നെ ഇപ്പോൾ കള്ളുമന്ത്രിയുടെ ചില പ്രസ്താവന, കള്ളുമന്ത്രി ഇനിയിപ്പോൾ അതിന് മദ്യത്തിന് ഇതിൽ വില കൂട്ടി നഷ്ടം പരിഹരിക്കാം. കാര്യം ഒരു പാർട്ടിയാണല്ലോ, ഒരു പാർട്ടി സ്നേഹം വേണമല്ലോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മന്ത്രി, അദ്ദേഹം അടഞ്ഞു കിടക്കുന്ന എല്ലാ വീട്ടും ഹോം സ്റ്റേ ആക്കും. അവിടെ സ്റ്റാർ മോഡൽ കൊടുത്ത് കള്ള് അവിടെയും വിൽക്കും. ഈ കള്ള് കച്ചവടം ചെയ്യുമ്പോൾ ഇത്തിരി ഹോം സ്റ്റേയിലൊക്കെ വന്ന് കള്ള് കുടിക്കാൻ കുറച്ച് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അതിനൊരു 50 രൂപ കൂട്ടാം. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ ഒരു നോർമൽ ഒരു ഹെൽപ്പറിന് കിട്ടുന്ന 900 to 1000 റുപ്പീസ് ഒരു ദിവസത്തെ ശമ്പളമാണ്. ഇതിൽ സ്മാൾ അടിക്കാത്തവരെ ഇപ്പോൾ ആരുമില്ല. അതിൽ ഇപ്പോൾ ഈ സ്റ്റാർ മോഡലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ജവാന് വന്ന് 500 രൂപയാകും. ആ 500 രൂപ അങ്ങ് കുടിക്കും. കൂടെ വേറെ ആരെങ്കിലും ഷെയർ ഇട്ടാലും 500 രൂപയും ചിലവാക്കിയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഒരു ടച്ചിങ്ങിന് 150 രൂപ, അപ്പോൾ 650. ഇത് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ചൂതുകളി ഉണ്ടല്ലോ, ചീട്ട് സെയിൽ, അതായത് ലോട്ടറി. അതൊരു 5 ടിക്കറ്റ് പിൻ ചെയ്ത് ഒന്നിൽ വെച്ച് അങ്ങോട്ട് കൊടുത്താൽ 250 രൂപ. അത് വേറെ കാര്യം. ഇപ്പോൾ 1-ാം തീയതിയിൽ അതും 10 രൂപ കൂട്ടി അതിന് 50 രൂപയാക്കി. അപ്പോൾ ആ രീതിയിൽ ഈ ചൂതുകളിയിൽ കൂടിയും കള്ള് ഇതിൽ കൂടെയും
ടൂറിസത്തിൻ്റെ സ്റ്റാർ ടൈറ്റിൽ കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ അതുണ്ടാക്കിയാലൊന്നും കാര്യമൊന്നുമില്ല. കാരണം അത് പട്ടിണിപ്പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന സാധനമാണ്, അവരെ ചീറ്റ് ചെയ്തുണ്ടാക്കുന്നത്. അത് നല്ല ഗുണകരമായ കാര്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ പല ഈ PRD വെച്ച് പല ഈ പരസ്യങ്ങൾ കൊടുത്ത്, കോടികൾ പരസ്യം കൊടുത്ത്, നമ്മൾ എന്ത് കാല് മുണ്ടിയാൽ എൻ്റെ കാല് ഓക്കെയാണെന്ന് കാണിക്കാൻ ഫോട്ടോയിലെടുത്ത് കാട്ടിക്കൂട്ടി കോലാഹലങ്ങൾ കാണിക്കാനേ അതിനുപയോഗിക്കുന്നുള്ളൂ. അതാണ് അവരുടെ എമൗണ്ടും. അതുകൊണ്ട് ശ്രീ തോമസ് ഐസക്കിനോട് പറയാനുള്ളത്, ഈ ബാലഗോപാലിനോട്, നിങ്ങളൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ ഓരോന്ന് പ്രാതിനിധ്യം നേടിയവരാണ്. പക്ഷേ എങ്കിലും പാവം പിടിച്ച് ഇതൊന്നും അറിയാത്ത പാർട്ടിക്കാരെ നിങ്ങളുകൊണ്ട് ബലിയാടാക്കരുത്. ഇപ്പോൾ ആ മുഖ്യൻ, അദ്ദേഹത്തിനാണെങ്കിൽ സാമ്പത്തികത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ പറയുന്നത് ഓക്കെ എന്ന് പറയും, അങ്ങോട്ട് സൈൻ ചെയ്യും. പിന്നെ അങ്ങനെയൊക്കെ പാർട്ടി ബലം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അത് പാർട്ടി അങ്ങനെ എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പാർട്ടി പ്രൊട്ടക്റ്റ്, അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ ഇത്ര തകർന്ന് തരിപ്പണമാക്കിയ ശ്രീ തോമസ് ഐസക്, നിങ്ങളൊന്നും മാപ്പ് അർഹിക്കുന്നവരല്ല. നിങ്ങൾ കേരളത്തെ കുട്ടിച്ചോറാക്കി മാറ്റിയവരാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രസ്താവന, എന്നിട്ട് അവസാനം ഇപ്പം നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനങ്ങൾ നിങ്ങളുടെ പാടില്ല? ഒന്നുമില്ല. നിങ്ങൾ ആക്ച്വലി നിങ്ങളിവിടെ ഈ മൊത്തം സാമ്പത്തിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കി സീറോ ആക്കി കളഞ്ഞു. നിങ്ങൾ കാട്ടിക്കൂട്ടി അതാണ്. അപ്പോൾ ശരിക്ക് അന്ന് മനസ്സിലാകുന്ന, നിങ്ങളൊരു സാമ്പത്തിക വിദഗ്ധനല്ല, മറിച്ച് നിങ്ങൾ സാമ്പത്തികം എന്താണെന്ന് ലെവലേശം പോലും അറിയാതെ നിങ്ങൾ ആ ഒരു ടൈറ്റിൽ ധനമന്ത്രിയായിട്ട് മാറി. ഇപ്പോൾ കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ച കിഫിയിൽ അങ്ങോട്ട് 4 ലക്ഷം രൂപ കൊടുത്ത് ആരെയൊക്കെ ശമ്പളത്തിൽ വെച്ചിരിക്കുകയാണല്ലോ MD ആയിട്ട്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? നിങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം കൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ശമ്പളം കൂട്ടി കൊടുക്കുക. ഒത്തിരി മോശമായ പ്രവർത്തനം. കാരണം ഒരു ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ധനമാണ്. ആ സാമ്പത്തികം കറക്റ്റ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവിടെ മൊത്തം താറുമാറാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ താറുമാറായി കിടക്കുന്ന ഓരോന്നും. ആവശ്യത്തിനൊന്നുമില്ല, അനാവശ്യത്തിന് എത്ര രൂപ ആണെങ്കിലും നിങ്ങൾ ചിലവാക്കും. അത് നിങ്ങളും നിങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരും ചേർന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർ കഷ്ടപ്പെടും നിങ്ങൾ അറിയില്ല. വളരെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയാണ്. അതിനോട് ടൂറിസം മന്ത്രിയോടൊന്നും പറയുകയാണ്, നിങ്ങൾക്ക് 2 പദവിയാണല്ലോ ഇപ്പോൾ. ഈ കുഴിയും കുന്നുമായിട്ടൊക്കെ റോഡിനൊന്ന് വൃത്തിയാക്കുക. എന്തായാലും നിങ്ങൾ ടൂറിസം മന്ത്രി ഇപ്പോൾ സമീപ ഭാവിയിൽ നമുക്കറിയാൻ പറ്റും. അണ്ണാച്ചിമാരെല്ലാം ഓരോ വീട് തോറും കയറി ഇറങ്ങിയാൽ കള്ളു കുടിക്കാൻ വേണ്ടി. അതിനിപ്പോൾ കള്ളിൻ്റെ കേന്ദ്രമാക്കും. ദയവ് ചെയ്ത് ഈ ലെവലിലാണ് പോകണമെങ്കിൽ ബോംബെ ഗ്രാൻഡ് റോഡിലുള്ള കാമാട്ടിപ്പുരയായിട്ട് മാറാൻ വലിയ കാലമൊന്നും വേണ്ട. അതിവിടെ മാറിക്കാൻ ഇനി അതായിരിക്കും അവസാനം കേരളത്തിൽ പോയി എത്തി നിൽക്കുന്ന, അതിലായിരിക്കും. നിങ്ങളൊന്ന് വിചാരിക്കുക, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങളെല്ലാം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു അന്ത്യം കാണും തീർച്ചയായിട്ടും. ജനങ്ങൾ എണ്ണി നിങ്ങളോട് അത് ചോദിക്കും, നിങ്ങളെന്താ കാട്ടിക്കൂട്ടുക. കാരണം ഈ തീവയ്പ്പും കൊള്ളുവയ്പ്പും കല്ലെറിയലും കാട്ടിക്കൂട്ടുന്ന എല്ലാ കോലാഹലങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നവർ ഏതെങ്കിലും അറിയാത്ത സാധനങ്ങൾ അലങ്കരിച്ചാൽ അവിടെ സർവനാശമായിരിക്കും. ഈ തെങ്ങിക്കയറിനെ പിടിച്ച് പനയിൽ കയറ്റി എങ്ങനെ ഇരിക്കും? അതാണിപ്പോൾ നടക്കുന്ന ഓരോ സംവിധാനങ്ങൾ. സോ അതുകൊണ്ട് തോമസ് ഐസക്കിനോട് പറയുകയാണ്, നിങ്ങൾ ചാർജ് കൊടുത്ത പിൻഗാമിയോടൊന്ന് പറയുക, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ മാന്യമായ രീതിയിൽ ആരോഗ്യം ചെയ്യാൻ വേണ്ടി. അതുപോലെ നിങ്ങൾ ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരുത്തരത്തും പോയിരുന്ന് അത് കുളമാക്കരുത്. കേരളത്തിൽ നിങ്ങൾ കുളമാക്കി. എന്തായിരുന്നാലും ഈ കള്ള് കമ്പനിയും കള്ളുമന്ത്രിയും ടൂറിസം മന്ത്രിയും ഈ ധനമന്ത്രിയും കൂടെ ചേർന്ന് നല്ല രീതിയിൽ കേരളത്തെ നല്ല രീതിയിൽ ഒരു ലെവലാക്കുന്നുണ്ടോ? നിങ്ങൾ കള്ളിന് വില കൂട്ടും, ലോട്ടറിക്ക് വില കൂട്ടും, പിന്നെ സ്റ്റാർ മോഡൽ അത് കൊടുത്ത് അന്ന് ഹോം സ്റ്റേ ഉണ്ടാക്കും. ഒക്കെ നടക്കട്ടെ. അവസാനം ഇതെല്ലാം കേരളം ഗോവിന്ദ. തീർച്ചയായിട്ടും ഈ ഉത്സവപ്പറമ്പിൽ ഈ ചീട്ട് കളിക്കും. വൈ രാജ വൈ, ഈ ചീട്ടിങ്ങനെ 2 ചീട്ട് വെച്ച് കളിക്കും. അതുകൊണ്ട് വൈ രാജ വൈ. അപ്പോൾ അതിന് പറയാണ് ഇപ്പോൾ ലോട്ടറി.
ഇതാ പിടിച്ച 5 എണ്ണം ഒന്നിച്ച് പിടിച്ച 250 രൂപയ്ക്ക്. അവന് കിട്ടുന്ന ഇത് ആ റോഡിൽ തന്നെ അവിടെ ചിലവാക്കി നേരെ ഇവിടെ വരും. ലാട്ടറി അടിച്ചില്ലെങ്കിൽ ഇല്ല. ഏതെങ്കിലും കഷ്ടപ്പെട്ട് ആ വീട് അത്താഴം ഉണ്ടാക്കുന്നത് അതിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് അവർ വല്ല വീട്ടുപണിയോ വല്ല കൂലിപ്പണിയും ചെയ്തായിരിക്കും വീട്ടിൽ ആഹാരം ഉണ്ടാക്കുക. അല്ലാതെ ഭർത്താവിൽ നിന്ന് ജോലിക്ക് അത് വരുമ്പോൾ എങ്ങനെയാണ് നല്ല സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടതിൽ ജവാൻ അടിക്കാതെ അയാൾക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അത് വേറെ കലാപരിപാടിയാണ്, അത് വലിയ കലാപരിപാടികളാണ്. എന്തായിരുന്നാലും അലയാത്ത ഈ കപ്പൽ ആടാതിരിക്കട്ടെ, നല്ല രീതിയിൽ കപ്പൽ തുറമുഖത്ത് അടുത്തോട്ടെ. ഓക്കെ, കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.